പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് ഒരു അടിപൊളി നാടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നറിയാൻ ഞങ്ങൾ വീഡിയോ ഞങ്ങളിത് മുഴുവനായി കാണണേ. മാത്രമല്ല, ഇതുവരെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് രുചികരമായ ഒരു നാടൻ കറി ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ എടുത്തിരിക്കുന്നത് ചക്കക്കുരു പുറത്തെ തൊലി കളഞ്ഞിട്ട് അകത്തെ തൊലി ഒന്ന് പോക്കണമെന്നില്ല. താല്പര്യം ഉണ്ടെങ്കിലൊക്കെ അത് പോക്കിയെടുക്കാം. അതിനുശേഷം ഒരു വെള്ളരി മാങ്ങ, ചക്കക്കുരു വെള്ളരി മാങ്ങ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നോക്കാം എങ്ങനെ ഉണ്ടാക്കാം. വെള്ളരി പുറത്തെ തോല് മാറ്റിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അകത്തെ ഈ കുരു ഇല്ലേ ഇതുകൂടി പോക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. മാങ്ങ തൊലി കളഞ്ഞിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കാം. നമ്മൾ ചക്കക്കുരു റെഡിയായി, മാങ്ങ റെഡിയായി. വെള്ളരി ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ, വലിയ വെള്ളരി കൂടി കഷ്ണം എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളരി മാങ്ങ ഞാൻ ഒന്ന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, കാരണം ഇതിന് പുളി കുറവാണെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി മുക്കാൽ ഭാഗം മതിയാവും കേട്ടോ. ഇനി ഇത് കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങയാണ് ഇതിലേക്ക് എടുത്തത്, അത് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. കുക്കറിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എടുക്കട്ടോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. കഷ്ണത്തിന്റെ മുകളിൽ വെള്ളം നിൽക്കണം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് വേവുമ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഒരു 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ കരിക്കൂട്ട് അടുപ്പിൽ വെച്ചിരിക്കുക കേട്ടോ. ഇത് കുക്കറിലായതുകൊണ്ട് 5 or 6 വിസിൽ വേണം, കാരണം ചക്കക്കുരുവിന് നല്ല വേവുണ്ട്. അപ്പോൾ ഇത് റെഡിയായി വരട്ടെ. ഇതാ നമ്മുടെ കറി റെഡിയായി വന്നു കേട്ടോ. ഈ നമ്മൾ അരച്ചു വെച്ച അരപ്പില്ലേ, 1 കപ്പ് തേങ്ങ അരച്ച് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. കടുകിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉലുവയാണ് കേട്ടോ അതിന്റെ ടേസ്റ്റ്. ഉലുവ ഇട്ട് കഴിയുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ഉള്ളി, അല്പം കറിവേപ്പില, ഇനി ഇത് ആയിക്കഴിഞ്ഞാൽ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് താളിപ്പായിട്ട് ഇതിലേക്ക് കൂട്ടിക്കൊടുക്കാം. ഉലുവയും ചെറുള്ളിയും കടുകൊക്കെ കൂടി മൂത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, മനം കൊതിപ്പിക്കുന്ന മണം. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറി ഇങ്ങനെ റെഡി ആയിട്ടോ. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നൊരു നല്ല അടിപൊളി നാടൻ കറി